കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച വീക്കിലി പെർഫോമൻസാണ് കടന്നുപോയ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് കാഴ്ചവെച്ചത്. ഇൻഡെക്സ് 4% വീക്കിലി ബേസിസിൽ ഉയർന്നു. ഏറ്റവും മികച്ച പെർഫോമൻസ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളിൽ കാണാൻ സാധിക്കും. സ്മോൾ ക്യാപ് ഇൻഡെക്സ് 8% വീക്കിലി ബേസിസിൽ ഉയർന്നപ്പോൾ മിഡ് ക്യാപ് ഇൻഡെക്സ് 7% ഉയർന്നു. ഡോളർ ഇൻഡെക്സ് 108 നിന്നും 104 എത്തിയതും രൂപയുടെ മൂല്യം 85.97 എത്തിയതും നിക്ഷേപകർക്ക് ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു പ്രധാന ഘടകമാണ്. കൂടാതെ ശക്തമായ വ്യാപാര ഡേറ്റയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലുണ്ടായിരിക്കുന്ന വർധനവും മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരു പോസിറ്റീവ് ഫാക്ടർ കൂടിയാണ്. ഡോളറിൻ്റെ മൂല്യം ഇടിയുന്നത് അല്ലെങ്കിൽ ഡോളർ ഇൻഡെക്സ് ദുർബലമാകുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ആകർഷിക്കുന്നു. ഇത് ഇന്ത്യൻ മാർക്കറ്റിലെ ബൈയിങ്ങിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുകയും ചെയ്തു. കൂടാതെ രൂപയുടെ മൂല്യത്തിലുണ്ടായിരിക്കുന്ന സ്ഥിരതയും മാർക്കറ്റിനെ ഒരു മികച്ച ഓപ്ഷനാക്കി മാറ്റിയേക്കും. കഴിഞ്ഞ ആഴ്ചയിലെ 5 ട്രേഡിംഗ് സെഷനിൽ 3 ട്രേഡിംഗ് സെഷനിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ ബയറായി തുടർന്നു. വെള്ളിയാഴ്ച 7,470 കോടി രൂപയുടെ ഹെവി ബൈയിങ് ആണ് FIS ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. വ്യാഴാഴ്ച 3,181 കോടിയുടെ ബൈയിങ് നടത്തി. 18-ാം തീയതി 710 കോടി രൂപയുടെ ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തി. ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വളരെ പെട്ടെന്ന് ബൈയിങ് നടത്താനുള്ള പ്രധാന കാരണം മനസ്സിലാക്കാം. ഏറ്റവും പ്രധാന കാരണം മാർച്ച് 21-ാം തീയതി നടക്കുന്ന ഫഡ്സെ എന്ന ഇൻഡെക്സ് റീച്ചിങ്ങാണ്. ഈ ഇൻഡെക്സ് റീച്ചിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ഏകദേശം $1.2 ബില്യൺ പാസീവ് ഇൻഫ്ലോ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരേണ്ടതുണ്ട്. ഈ ഒരു മൂവ്മെൻ്റ് ആണ് വ്യാഴാഴ്ചയിലെയും വെള്ളിയാഴ്ചയിലെയും ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ബാങ്കുകൾ, റിയാലിറ്റി, ഓട്ടോ, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സെക്ടറുകളിലാണ് FIS നിക്ഷേപം ഉയർത്തിയിരിക്കുന്നത്. കൂടാതെ ഈ ആഴ്ച എല്ലാ ഇൻഡെക്സുകളും പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നിഫ്റ്റി റിയാലിറ്റി ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും വീക്കിലി ബേസിസിൽ 8% ഉയരുകയും ചെയ്തു. നിഫ്റ്റി മീഡിയ 7.6%, നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 7.1% ഉയർന്നു. നിഫ്റ്റി IT, FMCG തുടങ്ങിയ ഇൻഡെക്സുകൾ 1.6, 2.1 തുടങ്ങിയ ശതമാനങ്ങളിലേക്ക് ഉയർന്നു. ഏറ്റവും മോശം പെർഫോമൻസ് ITയും FMCG ഇൻഡെക്സുമാണ് കാഴ്ചവെച്ചത്. എന്നിട്ടും ഈ 2 ഇൻഡെക്സുകളും വീക്കിലി ബേസിസിൽ 1% മുകളിലേക്ക് ഉയരുകയും ചെയ്തു. വാല്യൂഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോഴും അട്രാക്റ്റീവ് ലെവലാണ്. 10 വർഷത്തെ ആവറേജ് വാല്യൂഷനായ 22.8 5 വർഷത്തെ ആവറേജ് വാല്യൂഷനായ 23.9 താഴ്ന്ന ലെവലിലാണ് ഇന്ത്യൻ ഇൻഡെക്സുകൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോഴും കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. നിഫ്റ്റി വീക്കിലി ബേസിസിൽ 4% ഉയർന്നപ്പോൾ ജപ്പാൻ്റെ ഇൻഡെക്സായ നിക്കി 1% ഉയരുകയും സൗത്ത് കൊറിയൻ ഇൻഡെക്സ് 1.4% നേട്ടമുണ്ടാക്കുകയും സിംഗപ്പൂർ ഇൻഡെക്സ് 2% നേട്ടമുണ്ടാക്കുകയും ചെയ്തു. അതേസമയം ചൈനയുടെ ഇൻഡെക്സ് 2% ഇന്തോനേഷ്യയുടെ ഇൻഡെക്സ് 3% ഇടിഞ്ഞു. മോർഗൻ സ്റ്റാൻലി വെൽത്ത് മാനേജ്മെൻറ്റ് റിപ്പോർട്ടിൽ ഇന്ത്യ, ബ്രസീൽ, മെക്സിക്കോ തുടങ്ങിയ വികസ്വര രാജ്യങ്ങൾ വരും സമയങ്ങളിൽ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതും മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. എന്നിരുന്നാലും ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് ഇൻഫ്ലോ കുറഞ്ഞു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. കഴിഞ്ഞ ആഴ്ച വീക്കിലി ബേസിസിൽ ചൈനീസ് മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയെങ്കിലും $1.2 ബില്യൺ വിദേശ നിക്ഷേപമാണ് FIS ചൈനീസ് മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യൻ മാർക്കറ്റിലുള്ള FISൻ്റെ നിക്ഷേപം ആവറേജ് ആയിരുന്ന $430 മില്യൺ നിന്നും $194 മില്യൺ കുറയുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ ബോട്ടം ലെവലിൽ നിന്നും നമ്മൾക്കൊരു റിക്കവറി കാണാൻ സാധിച്ചു. അതേസമയം ഏപ്രിൽ 2-ാം തീയതി വരുന്ന റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റുകളായിരിക്കും ഇനി മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമായുള്ളത്.